അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ തുക എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു തുക കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്തൊക്കെ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും 2 മാസത്തെ പെൻഷൻ തുകയൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് കൃത്യമായി അതാത് മാസങ്ങളിൽ 1600 രൂപ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് 1600 രൂപ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പെൻഷനത്തിന്റെ സ്വാധീനം എല്ലാവരും നുകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അടുത്ത വർഷങ്ങളിൽ പെൻഷൻ തുകയുടെ വർധനവ് സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലും പെൻഷൻ തുകയിൽ നമുക്ക് 2 മാസത്തെ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള കാര്യം ഇപ്പോൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 3 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയാണ്. അതിൽ നിന്ന് 1 മാസത്തെ പെൻഷൻ തുകയും ഡിസംബർ മാസത്തിന്റെ പെൻഷൻ തുകയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ 3200 രൂപ പെൻഷൻ തുകയെ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് വിതരണം ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ആദ്യം കൈപ്പറ്റുവാൻ സാധിക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുക എന്നുള്ള വിവരവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞ സമയപരിധിക്കകം തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം 1 തീയതി മുതൽ 20 തീയതിക്കകം തന്നെ അവരുടെ മാസ്റ്ററിംഗ് അവർക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഇത്തരത്തിൽ കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമേ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.